ചാനൽ ട്രിനിറ്റി വോയിസ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് രൂത്തിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ സ്വപ്നക്കൊട്ടാരം എന്ന കഥയും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരസ്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്. ഞായറാഴ്ച ആയിരിക്കും നമ്മളത് രണ്ടും വായിക്കുന്നത്. വെറും മുള്ളുകൾക്കിടയിൽ നല്ല താമര പോലെ ചെറുകന്യകാമർ തന്നടുവിലൻ പ്രിയനിതാ. വെറും മുള്ളുകൾക്കിടയിൽ നല്ല താമര പോലെ ചെറുകന്യകാമർ തന്നടുവിലൻ പ്രിയനിതാ. ചന്ദ്രതുല്യമാ ശോഭിച്ചിടുന്നു, ചന്ദ്രതുല്യമായി ശോഭിച്ചിടുന്നു. എന്നാശയെന്നും എൻ്റെ രക്ഷിതാവിലാകയാ. എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുവേ. എന്നാശയെന്നും എൻ്റെ രക്ഷിതാവിലാകയാ. എന്നാശ പോലവൻ വന്നെന്നെ ചേർത്തുകൊള്ളുവേ. എൻ്റെ വല്ലഭൻ എനിക്കു നല്ലവൻ, എൻ്റെ വല്ലഭൻ എനിക്കു നല്ലവൻ. ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 3:14-15-16. ജനസിസ് ചാപ്റ്റർ 3 വേർഡ്സ് 14, 15 and 16. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ചു, നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി നിന്നു. And the Lord God said unto the serpent, because thou hast done there, thou art cursed above all cattle and above every beast of the field. Upon thy belly shalt thou go, and the dust shalt thou eat all the days of thy life. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. And I will put enmity between these and women, and between thy seed and her seed. It shall bruise thy head, and thou shalt bruise his heel. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. And to the woman he said, I will greatly multiply thy sorrow and thy conception. In sorrow thou shalt bring forth children, and thy desire shall be to thy husband, and he shall rule over thee. സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. God specializes in giving people a fresh start. The Bible says, what happiness for those whose guilt has been forgiven. What relief for those who has confessed their sins and God has cleared their record. Many people are driven by resentment and anger. They hold on to hurts and never get over them. Instead of releasing their pain through forgiveness, they rehearse it over and over in their minds. Some resentment-driven people clam up and internalize their anger, while others blow up and explode it onto others. Both responses are unhealthy and
always hurt you are more than it does the person you resent. While offender has probably forgotten the offense and gone on with life, you continue to stew in your pain, perpetuating the past. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. സദൃശവാക്യങ്ങൾ 3:15-16-17. Proverbs chapter 3 verse 15, 16 and 17. അത് മുത്തുകളിലും വിലയേറിയത്, നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയുമില്ല. She is more precious than rubies and all things. Though canst desire are not to be compared unto her. അതിൻ്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. Length of days in her right hand and in her left hand riches and honor. അതിൻ്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിൻ്റെ പാതകളെല്ലാം സമാധാനവും ആവുന്നു. Her ways are ways of pleasantness and all the paths are peace. ഇനി നമുക്ക് നാലാമത്തെ സെക്ഷനിലേക്ക് പോവാം. ദിസ് ഈസ് ഫോർ ചിൽഡ്രൻ. ഇത് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ യാക്കോബ് പിതാവിനെ ചതിക്കുന്നു. ഉൽപ്പത്തി 27:1-41 വരെയുള്ള വേദഭാഗങ്ങൾ. മരിക്കുന്നതിന് മുൻപ് ഇസ്ഹാക്ക് തൻ്റെ ആദ്യജാതനെ അനുഗ്രഹിക്കേണ്ടിയിരുന്നു. ഇസ്ഹാക്കിൻ്റെ അനന്തര തലമുറയ്ക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നവ കൈമാറുവാൻ അത്യാവശ്യമായിരുന്നു. ഇസ്ഹാക്കിൻ്റെ വാർദ്ധക്യകാലം, കണ്ണുകളുടെ കാഴ്ചയൊക്കെ നശിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇസ്ഹാക്ക് ഏശാവിനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇനി ഏറെനാൾ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. നീ പോയി വേട്ടയാടിക്കൊണ്ട് വന്ന് രുചികരമായി പാചകം ചെയ്ത് കൊണ്ടുവരും. അത് ഭക്ഷിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്ഹാക്ക് ഏശാവിനോട് പറഞ്ഞത് റിബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏശാവ് വേട്ടയ്ക്ക് വേണ്ടി പുറത്തു പോയപ്പോൾ അവൾ യാക്കോബിനെ വിളിച്ചു. നിന്റെ അപ്പൻ ഏശാവിനെ വിളിച്ച്, നീ പോയി വേട്ടയാടിക്കൊണ്ട് വന്ന് എനിക്ക് രുചികരമായി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് വരും. അത് ഭക്ഷിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കൂ. റിബേക്ക തുടർന്നു, നീ ആട്ടിൻകൂട്ടത്തിലേക്ക് എന്ന് 2 കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് വരിക. നിന്റെ പിതാവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഞാൻ പാചകം ചെയ്തു തരാം. നീ അത് അവന് കൊണ്ടു കൊടുക്കണം. അത് അവൻ ഭക്ഷിച്ച് തൃപ്തനായി നിന്നെ അനുഗ്രഹിക്കട്ടെ. പക്ഷെ അമ്മേ, ഏശാവിൻ്റെ ശരീരത്തിൽ എങ്ങും ധാരാളം രോമമുണ്ടല്ലോ. എൻ്റെ ചർമ്മമാകട്ടെ മൃദുലവുമാണ്. പിതാവ് എന്നെ സ്പർശിച്ചു നോക്കിയാൽ കള്ളം കണ്ടുപിടിക്കുകയും ഞാൻ അനുഗ്രഹത്തിന് പകരം ശാപത്തിന് ഇരയാവുകയും ചെയ്യും. യാക്കോബ് പറഞ്ഞു, മകനെ, ശാപം എൻ്റെ മേൽ വന്നുകൊള്ളട്ടെ. അമ്മ പറഞ്ഞു, നീ പോയി ആടിനെ പിടിച്ചുകൊണ്ട് വാ. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ യാക്കോബ് ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് വന്നു. അമ്മ രുചികരമായ ഭക്ഷണം തയ്യാറാക്കുകയും ചെയ്തു. ഏശാവിൻ്റെ നല്ല വസ്ത്രങ്ങൾ എടുത്ത് അവൾ യാക്കോബിനെ ധരിപ്പിച്ചു. പിന്നീട് കൈകളിലും കഴുത്തിലും ആടിൻ്റെ ചർമ്മം പോന്നു. താൻ ഉണ്ടാക്കിയ വിശിഷ്ടമായ ആഹാരവും ഇസ്ഹാക്കിലേക്ക് പറഞ്ഞു വെച്ചു. യാക്കോബ് വിളിച്ചു, നീ ആരാണ് മകനെ? ഇസ്ഹാക്ക് ചോദിച്ചു. ഞാൻ നിന്റെ ആദ്യജാതനായ ഏശാവാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഞാൻ കൊണ്ടുവന്ന ആഹാരം ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. യാക്കോബ് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് നീ എങ്ങനെ എത്തി? ഇസ്ഹാക്ക് ചോദിച്ചു. നിന്റെ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. യാക്കോബിൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. അപ്പോൾ 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.